മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെയെന്ന ചോദ്യം നമ്മൾ കുറേയേറെയായി കേൾക്കുന്നു. ആണാഘോഷങ്ങളുടെ സിനിമകളിൽ സ്ത്രീകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനവും ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിനെല്ലാം മറുപടിയായിരുന്നു ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്കിന്റെ പോസ്റ്റർ. ഉർവശിയും പാർവതിയും നിറഞ്ഞു നിന്ന പോസ്റ്റർ. ആ പോസ്റ്റർ തന്നെയായിരുന്നു സ്ത്രീകൾ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരവും. അതിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുകയാണ് സിനിമ. പാർവതിയും ഉർവശിയും നിറഞ്ഞാടിയ ഉള്ളൊഴുക്ക്, അടിമുടി സ്ത്രീകളുടെ കഥ പറഞ്ഞ ചിത്രം. ഒരു കുട്ടനാടൻ ഗ്രാമത്തിലെ അഞ്ജു, ലീലാമ്മ എന്നീ സ്ത്രീകളുടെ ജീവിതമാണ് ചിത്രം പറയുന്നത്. ലീലാമ്മയുടെ മരുമകളാണ് അഞ്ജു, അഞ്ജുവിന്റെ ഭർത്താവ് തോമസ് കുട്ടിയും. ഈ 3 പേരെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. അഞ്ജുവായി പാർവതിയും ലീലാമ്മയായി ഉർവശിയും സ്ക്രീനിൽ പകർന്നാടി. സിനിമയിൽ അഞ്ജു ലീലാമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രം കെട്ടിയോളാവുമോ? അഞ്ജു എന്ന സ്ത്രീ ജീവിതകാലം മുഴുവൻ അനുഭവിച്ചതെല്ലാം ആ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാൻ പോലും അഞ്ജുവിന് സാധിച്ചിട്ടില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്നേഹിച്ച വ്യക്തിയെ ഉപേക്ഷിച്ച് ഒരു അപരിചിതനെ വിവാഹം കഴിക്കേണ്ടി വന്ന സ്ത്രീയാണ് അഞ്ജു. ഇത് നമ്മൾ കാണുന്ന മിക്ക സ്ത്രീകളുടെയും അവസ്ഥ തന്നെയാണ്. അതാണ് ക്രിസ്റ്റോ അഞ്ജുവിലൂടെ പറഞ്ഞു വെക്കുന്നതും. സിനിമയിൽ അഞ്ജുവിന്റെ പല തീരുമാനങ്ങളും പ്രേക്ഷകനെ ചിന്തിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് തോന്നിപ്പോകും പലപ്പോഴും. പക്ഷേ അതെല്ലാം അഞ്ജുവിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ശരിയായി തന്നെ തോന്നും. നേരത്തെ പറഞ്ഞില്ലേ, ഉള്ളൊഴുക്ക് നമ്മൾ കാണുന്ന മിക്ക സ്ത്രീകളുടെയും കഥയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഉർവശി അവതരിപ്പിച്ച ലീലാമ്മയും നമുക്ക് സുപരിചിതയാണ്. മെഡിസിൻ പഠിക്കാൻ ആഗ്രഹിച്ച ലീലാമ്മ കുടുംബജീവിതത്തിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെടുകയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയാകേണ്ടി വന്ന ലീലാമ്മ. ഭർത്താവിന്റെ സ്നേഹം ഒരു തരി പോലും ലഭിക്കാത്ത സ്ത്രീ. സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച അമ്മ. ഇതെല്ലാമാണ് ഉർവശിയുടെ ലീലാമ്മ. അവർ തന്നെക്കാളും മകന്റെ കാര്യത്തിൽ സ്വാർത്ഥയാണ്. അത് സിനിമയിൽ അവരുടെ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് വ്യക്തമാകും. സ്വാർത്ഥയാണെങ്കിലും അവർ അഞ്ജുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കിടയിലുള്ള ഡയനാമിക്സിൽ നിന്നും അത് വ്യക്തമാണ്. സിനിമയിലെ പല സാഹചര്യങ്ങളിലും ലീലാമ്മ അഞ്ജുവിനൊപ്പം നിൽക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ തന്റെ മകനോടുള്ള അകമഴിഞ്ഞ സ്നേഹം മൂലം അവർ അഞ്ജുവിനെ വേദനിപ്പിച്ചിട്ടുമുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന പാർവതിയുടെ അഞ്ജു ശാന്തയാണ്. തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയാണ്. എന്നാൽ സിനിമ മുന്നോട്ട് പോകുന്തോറും അഞ്ജുവിന്റെ സ്വഭാവത്തിലും മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തോട് പോരാടി നിൽക്കാൻ കെൽപ്പുള്ളവളായി അവൾ പതിയെ മാറുന്നുണ്ട്. സ്വന്തം വീട്ടുകാരോട് കയർക്കുകയും തന്റെ തീരുമാനം ആർക്കു വേണ്ടി മാറ്റില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അഞ്ജു. ജീവിതത്തിൽ തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുക്കാൻ അവസരം ലഭിക്കാതെ പോയ അവൾ പിന്നീട് അങ്ങോട്ട് ആരെയും കൂസാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അഞ്ജുവും ലീലാമ്മയും നമുക്ക് അറിയാവുന്ന സ്ത്രീകളാണ്. അവരുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും നമുക്ക് സുപരിചിതമാണ്. ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ മൂലം മനസ്സിന് ശക്തി ലഭിച്ച സ്ത്രീകൾ. അവർ വൾണറബിളുമാണ്, എന്നാൽ അതേപോലെ തന്നെ അവർ പവർഫുള്ളുമാണ്. എന്തിനേയും നേരിടാൻ സജ്ജരാണ് അവർ. അതുകൊണ്ടാണ് അവർ അനായാസം തങ്ങളുടെ ഉള്ളിലെ ഉള്ളൊഴുക്കിനെ മാനേജ് ചെയ്തു പോകുന്നത്. മഴയും വെള്ളപ്പൊക്കവും എല്ലാം അവർക്ക് നിസ്സാരമാണ്. കാരണം അതിലും വലിയ പ്രളയമാണ് അവരുടെ മനസ്സിൽ നടക്കുന്നത്. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരാണ് അഞ്ജുവും ലീലാമ്മയും. സിനിമയുടെ അവസാനത്തിൽ അവർ ആ തോണിയിലിരുന്ന് പോകുമ്പോൾ നമുക്ക് വ്യക്തമാണ് അവർ ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത് അവർക്ക് വേണ്ടിയാണ് എന്നത്. അത് പ്രേക്ഷകനും ആശ്വാസം പകരുന്ന കാഴ്ചയാണ്. ക്രിസ്റ്റോയുടെ ഉള്ളൊഴുക്ക് പറഞ്ഞു വെച്ചത് ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ കഥയാണ്. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ മലയാളത്തിൽ കുറവാണെന്ന വിമർശനത്തിന് ശരി ഉത്തരം. ഇനി മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെയെന്ന ചോദ്യം ആരും ചോദിക്കരുതെന്ന് ഉറക്കെ വിളിച്ചു പറയുക കൂടിയാണ് ഉള്ളൊഴുക്ക്.